Yes, good morning. Good morning, sir. Good morning. Good morning, Morning. sir. Good morning, sir. Morning. Yes. How are you? Fine. Fine. Very fine. Okay. Yes. അപ്പൊ നമ്മൾ ലാസ്റ്റ് എവിടം വരെ നിർത്തിയെന്ന് പറയാമോ? Future continuous in the passive voice. സിമ്പിൾ പ്രസന്റിന്റെ പാസീവ് വോയിസ് നമ്മൾ പറഞ്ഞു നിർത്തി അല്ലേ? സിമ്പിൾ പ്രസന്റിന്റെ പാസീവ് വോയിസ് പറഞ്ഞു നിർത്തി. ഓക്കെ. അപ്പോ നമ്മള് 6 ടെൻസിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞതിന് ശേഷമാണ് സിമ്പിൾ പ്രസന്റിന്റെ പാസീവ് വോയിസോട് നമ്മൾ പറഞ്ഞത്. 6 ടെൻസ് നമ്മൾ പറഞ്ഞത് സിമ്പിൾ പ്രസന്റ്, സിമ്പിൾ പാസ്റ്റ്, സിമ്പിൾ ഫ്യൂച്ചർ, പ്രസന്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് കണ്ടിന്യൂസ്, ഫ്യൂച്ചർ കണ്ടിന്യൂസ്. 6 ടെൻസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. അത് കഴിഞ്ഞതിന് ശേഷം സിമ്പിൾ പ്രസന്റിന്റെ പാസീവ് വോയിസ് നമ്മൾ പറഞ്ഞു. സിമ്പിൾ പ്രസന്റിന്റെ പാസീവ് വോയിസ് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു പാസീവ് വോയിസ് എഴുതാൻ വേണ്ടിയിട്ട് ആദ്യം ഓബ്ജക്റ്റ് കണ്ടുപിടിക്കണം. അത് കഴിഞ്ഞതിന് ശേഷം ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആറ് കണ്ടുപിടിക്കണം. അത് കഴിഞ്ഞതിന് ശേഷം വെർബ് വേണം. ആ വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ വേണം. അപ്പൊ ആദ്യം ഓബ്ജക്റ്റ്, അത് കഴിഞ്ഞതിന് ശേഷം ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആറ്, അത് കഴിഞ്ഞതിന് ശേഷം വെർബ്, ആ വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ, സബ്ജക്റ്റ് പ്ലസ് ഓബ്ജക്റ്റ് പ്ലസ് ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആറ്, വെർബ്, അതിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ. ഓക്കെ, ഇതല്ലേ നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചത് അല്ലേ മക്കളെ? ഓക്കെ, റെഡി. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ നമ്മൾ അടുത്തത് നമ്മൾ പറയുന്നത്, നിങ്ങളോട് ഞാൻ പറഞ്ഞോ എന്ന് ഞാൻ സംശയമാണ്. ഇന്ന് വേറെ വല്ല ഞാൻ നിങ്ങളോട് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. Yes, sir. പറഞ്ഞിട്ടുണ്ടായിരുന്നു. സീമ. എന്നിട്ട് എന്താ മിണ്ടാതിരുന്നേ? ഞാൻ പറഞ്ഞില്ലെങ്കിലും എന്നെ ഇങ്ങടെ ഓർമ്മിപ്പിക്കണ്ടേ? ഇപ്പൊ 5-8 ക്ലാസ് ഉണ്ടല്ലോ. അപ്പൊ അതിന്റെ പേരിൽ ചിലപ്പോ അങ്ങോട്ട് ചിലപ്പോ എന്തെങ്കിലും മറന്നു പോയാലും നിങ്ങൾ പറയണ്ട, ഇന്നൊരു അസൈൻമെന്റ് നമുക്ക് ഉണ്ടായിരുന്നു കേട്ടോ എന്ന് പറയണ്ടേ? യെസ്. ആരാണ് എസ് സാർ എന്ന് പറഞ്ഞത്? എസ് സാർ എന്ന് പറഞ്ഞില്ലേ? അദ്ദേഹം തന്നെ ആദ്യം പറഞ്ഞോളൂ. യുവർ ഫേവറേറ്റ് ഫിലിം. ശബ്ദമൊന്നുമില്ല എല്ലാവരുടെയും. യുവർ ഫേവറേറ്റ് ഫിലിം. സോറി സർ, മോന്റെ ബർത്ത്ഡേ ആണ് ഇന്ന്. അപ്പൊ ഫുഡ് കൊടുക്കാതെ തേടില്ല. അപ്പൊ ഞാൻ ക്ലാസ് ഓൺ ചെയ്തിട്ട് ഇടയ്ക്ക് വന്ന് അങ്ങനെ പോയതാ. Okay. അപ്പൊ യു വിൽ ഗെറ്റ് നെക്സ്റ്റ് ടൈം യു വിൽ ഗെറ്റ് ദ ചാൻസ്. ഓക്കെ. അടുത്ത ഗുഡ് മോർണിംഗ് സന്ധ്യ. യെസ്. അപ്പൊ ഹു ഈസ് റെഡി? Who is ready? Who is ready to review about a film that you like most? പറയൂ, ആരെങ്കിലും ഒരാള്. യെസ്. 41 പേരിനകത്ത് കാണിക്കുന്നുണ്ട്. 40 പേരിനകത്ത് കാണിക്കുന്നുണ്ട്. ആ 40 പേരിൽ ആരെങ്കിലും ഒരാള്. എല്ലാവരും ഇങ്ങനെ ചിരിച്ചോണ്ട് നിൽക്കേണ്ട, ആരെങ്കിലും ഒരാൾ വരൂ. യെസ്. Who is ready to come forward first? Yes, who is ready? എത്ര പ്രാവശ്യം ഞാനിങ്ങനെ ചോദിക്കണേ? സാറേ, എനിക്ക് അറിയില്ല, എന്നാലും അറിയുന്ന ഒരാൾ മുന്നോട്ട് വന്നല്ലോ, അത് കാരണം. ഓക്കെ ഷജല, അത് അറിയില്ല എന്നുള്ളതൊന്നും പേടിക്കണ്ട. ഇത്രയും പേര് മാറി നിന്നപ്പോഴും എനിക്കറിയാവുന്ന പോലെ പറയാതെ പറഞ്ഞു വന്നില്ലേ ഷജല? ദാറ്റ് ഈസ് വെരി ഗുഡ്. ഓക്കെ പറഞ്ഞോ. ഷജനക്ക് അറിയാവുന്ന പറഞ്ഞു. അപ്പൊ ഇത്ര ദിവസത്തെ ക്ലാസ്സിൽ കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ, അറിയില്ല എന്നുള്ളൊരു വിഷയമേ അല്ല അവിടെ. നമുക്കറിയാവുന്നതാണ് പറയേണ്ടത്. ഇത് ഒരു ആലോചന വന്നില്ല, ചിന്ത വന്നില്ല. യെസ്, പറഞ്ഞോളൂ ഷജല.
ഷജന പറഞ്ഞോളൂ. സാർ എന്താ പറയണ്ടെന്ന് പറഞ്ഞു തരുമോ? അതായത് ഷജനക്ക് കണ്ടതിൽ വെച്ച് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു സിനിമ ഏതാണ്, എന്തുകൊണ്ട് ആ സിനിമ ഇഷ്ടപ്പെട്ടു? ഉള്ളൂ. ഷജന കണ്ടതിൽ ഇഷ്ടപ്പെട്ട സിനിമ ഏതാണ്, ഇന്നതാണ്, അതിന്റെ പേര്, എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടു, അതിന്റെ കാരണം. എൻ്റെ അത് അഭിനയിച്ച ആളുകൾ ഓർമ്മയുണ്ടെങ്കിൽ അയാളുടെ പേര് എഴുതും, നായികയെ നായകൻ ഓർമ്മയുണ്ടെങ്കിൽ അവരുടെ പേര്, അത്രേ ഉള്ളൂ. മൈ ഫേവറേറ്റ് ഫിലിം ഈസ് എന്നും നിന്റെ മൊയ്തീൻ. മൈ ഫേവറേറ്റ് ഫിലിം ഈസ് എന്ന് നിന്റെ മൊയ്തീൻ. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ നമുക്ക് പറയാം ഇതൊരു സത്യസന്ധമായ പ്രണയകഥയാണ്. എ ട്രൂ ലവ്, ഇറ്റ് ഈസ് എ ട്രൂ ലവ് സ്റ്റോറി. ഓക്കെ ഓക്കെ ഓക്കെ. പിന്നെ ഈ കഥ ഒരിക്കലും സംഭവിച്ചതാണെന്ന് പറയുന്നു, അല്ലേ? ഇത് എവിടെയോ ഒരിക്കൽ സംഭവിച്ചാൽ ഇറ്റ് ഈസ് വാട്ട് റിയലി ഹാപ്പൻ, അല്ലെങ്കിൽ ആ സംഭവിച്ച ഒരു കഥയുമായിട്ട് ഇതിന് സാമ്യം ഉണ്ടെന്ന് പറയുന്നു. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ അത്രയുമായി. അപ്പൊ മൈ ഫേവറേറ്റ് ഫിലിം ഈസ് എന്ന് നിന്റെ മൊയ്തീൻ. ഇറ്റ് ഈസ് എ ട്രൂ ലവ് സ്റ്റോറി. ദ സ്റ്റോറി ഈസ് റിയലി ഹാപ്പൻഡ് സംവെയർ, എവിടെയോ ഇത് സംഭവിച്ച കഥയാണ്. ഓക്കെ, ഇനി അത്രയും ഞാൻ തന്നെ പറഞ്ഞു. പിന്നെ അതിനകത്ത് അഭിനയിച്ചിരിക്കുന്നത് പൃഥ്വിരാജും. അപ്പൊ നമുക്ക് പറയാം നായകൻ പൃഥ്വിരാജാണ്. അത് പറഞ്ഞ് നായകൻ എന്ന് പറഞ്ഞാൽ എന്ത് പറയും? ഹീറോ ഓഫ് ദ ഫിലിം, അല്ലേ? ഈസ് പറഞ്ഞോ. ഹീറോ ഓഫ് ദ ഫിലിം ഈസ് പൃഥ്വിരാജ്. ഹീറോയിൻ ഓക്കെ 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 ഓക്കെ. ഇനി നമുക്ക് അടുത്ത വേണമെങ്കിൽ പറയാം, ഈ സിനിമയിലെ പാട്ടുകൾ രസകരമാണ്. ദ സോങ്സ് ഓഫ് ദ ഫിലിം ഈസ് വെരി ഇൻട്രസ്റ്റിംഗ്. ഇൻട്രസ്റ്റിംഗ്. അതൊക്കെ നമുക്ക് വേണമെങ്കിൽ കുറച്ചുകൂടി നല്ല വാക്ക് ഉപയോഗിക്കാം. വെരി ഇൻട്രസ്റ്റിംഗ്, വെരി ടച്ചിങ്, ഹൃദയസ്പർശിയാണ്. ഓക്കെ, മെലഡിയസ്. ഓക്കെ 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 ഓക്കെ. അപ്പൊ മെമ്മറബിൾ സോങ്സ്. മെമ്മറബിൾ സോങ്സ്. ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. ഓക്കെ ഷജന, ബാക്കി പറഞ്ഞോളൂ. ഇനി എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ. ഇനി പെട്ടെന്ന് ഞാൻ പറയാന്ന് പറഞ്ഞു വന്നിട്ട് സത്യം പറഞ്ഞാൽ എന്റെ മൈൻഡ് കംപ്ലീറ്റ് ബ്ലാങ്ക് ആയിപ്പോയി. ഇപ്പൊ ഫില്ലായില്ലേ? മൈൻഡ് കംപ്ലീറ്റ് ഫില്ലായില്ലേ? ഇനി ഒരു കാര്യം ചെയ്യും, ഇപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങൾ നമുക്കൊന്ന് റിവൈൻഡ് ചെയ്യാം. കറക്റ്റ് ആണ് പറഞ്ഞത്. ഇത്രയും നേരം ഞാൻ സഹായിച്ചില്ലേ? ഇനി ഞാൻ പറഞ്ഞത് ഓർത്തിട്ട് പറഞ്ഞാൽ മതി. ഓക്കെ. എന്റെ ഇഷ്ടപ്പെട്ട സിനിമ എന്നതാണ്. My favorite film is എന്നും നിന്റെ മൊയ്തീൻ. വെരി ഗുഡ്. This film's song is very beautiful. പിന്നെ അപ്പൊ നമ്മളിപ്പോ മലയാളത്തിൽ പറയുമ്പോ പിന്നെ എന്ന് പറയില്ലേ, ആ സ്ഥലത്ത് നമുക്ക് ദെൻ എന്നുള്ള വാക്ക് ഉപയോഗിക്കും. ആ പിന്നെ എന്ന് പറയുന്നതിന് പകരം ഇംഗ്ലീഷിൽ ദെൻ, അങ്ങനെ പറയും. പിന്നെ എന്ന് പറയുമ്പോൾ സ്ഥലത്തൊക്കെ ദെൻ, ഇംഗ്ലീഷിൽ ദെൻ എന്ന് പറഞ്ഞിട്ട് പറയും. ദെൻ ദ സോങ് ഈസ് വെരി ബ്യൂട്ടിഫുൾ, ദെൻ അങ്ങനെ പറയും. അപ്പൊ പിന്നെ എന്നുള്ള വാക്ക് നമുക്ക് കളയാം. ദെൻ അപ്പോ സോങ് ബ്യൂട്ടിഫുൾ ആണെന്ന് പറഞ്ഞു. ഇനി കഥനെ കുറിച്ച് രണ്ട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞില്ല, അതുകൂടി പറഞ്ഞു. The story of the film. That really touching. Okay, very good. Really happened. Okay. ഷജന, ഇത് ഇത്രയെങ്കിലും പറയാനായിട്ടും പിന്നീട് അത് റിവൈൻഡ് ചെയ്ത് പറയാനായിട്ടും കാണിച്ച നല്ല മനസ്സിന് ഷജനക്ക് കൺഗ്രാജുലേഷൻ. അതെ, ഷജന ഒന്ന് സപ്പോർട്ട് ചെയ്തേ. അല്ല സാറേ, ഞാനുണ്ടല്ലോ ഇവിടെ ഒരു 3-4 പേര് ഫുഡ് കഴിക്കാൻ വരും ഉച്ചയ്ക്ക്. ഞാൻ അതിന്റെ പണിയിലാണ്. ഞാൻ ചെവി വെച്ചിങ്ങനെ കേട്ടോണ്ടിരുന്നപ്പോ അതിന്റെ ഇടയ്ക്ക് സാറിങ്ങനെ ഒരുപാട് നേരം വിളിച്ചിട്ട് ആരും വരണില്ല. അപ്പൊ ഞാൻ ഓടി വന്നതാ. എന്നാ ഞാൻ തന്നെ പറയാം. ഓക്കെ. ആ നല്ല മനസ്സിന് പ്രത്യേകം നന്ദി. ഓക്കെ. അപ്പൊ ഷജന അങ്ങനെയെങ്കിലും വന്നു. അടുത്ത ആള് ഓക്കെ, സന്ധ്യ പറയൂ. സന്ധ്യ എന്തുകൊണ്ട് വന്നില്ല എന്നാണ് ഞാൻ ആലോചിച്ചത് തന്നേരം. ഓക്കെ. യെസ്, അല്ലെങ്കിൽ എന്തെങ്കിലും പറയുമ്പോൾ ചാടി വീണതായിരുന്നല്ലോ.
ഓക്കെ. ഞാനിപ്പോ കണ്ടതിൽ ഓർമ്മയുള്ള ഒരു ഫിലിം ബാഹുബലി. അതിനുശേഷം കണ്ടത് എനിക്ക് ഓർമ്മയില്ല. ഞാനിപ്പോ അതിലെ ക്യാരക്ടേഴ്സ് ഒക്കെ ചെറിയ ഓർമ്മയുണ്ട്. ഇനി കറക്റ്റ് ആണോന്നും എനിക്ക് അറിയത്തില്ല. നമുക്ക് വേണ്ടത് ഇംഗ്ലീഷിൽ പറഞ്ഞു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. സിനിമ ഒക്കെ പുതിയ സിനിമ ഉണ്ടാക്കിയാലും നോ പ്രോബ്ലം. ഓക്കെ. My favorite film Bahubali. ഓക്കെ. Direction Rajamouli. Stars Prabhas and Anushka. ഓക്കെ. It is a wonderful story and conspiracy. Conspiracy എന്ന് പറഞ്ഞാൽ ഗൂഢാലോചന. കോൺസ്പിറൻസി കേട്ടോ. ഓക്കെ. Love and trust. When ബല്ലദേവ് അതിൽ പറയാം ഒരു ക്യാരക്ടർ ഉണ്ട്, പേര് ശരിക്കും എനിക്ക് കിട്ടുന്നില്ല. ഓക്കെ. കിട്ടുന്ന പോലെ പറഞ്ഞു, നോ പ്രോബ്ലം. ബല്ലദേവ് അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു. Balladeva plans against his mother to become against his brother to become king of Mahismati. Okay. He get killed. He get him killed. It was done Kattappa. Oh yes. Later, the wife is imprisoned. Okay. ജയിലായിരുന്നു. Okay. Many years later, a story of revenge begins. The story Okay. is filled. The film songs very അതിനകത്ത് സോങ്ങിന്റെ കാര്യം songs is very എന്താ പറയുക, വെരി ഇൻട്രസ്റ്റിംഗ്. very interesting. ഓക്കെ. പിന്നെ അതിന് വേണമെങ്കിൽ നല്ലൊരു എമൗണ്ട് ആണ് അതിന്റെ സിനിമയ്ക്ക് വേണ്ടിയിട്ട് മുടക്കിയിട്ടുള്ളത്. അതെ. Big budget story of the Okay, big budget film. Okay. Yes. ഇത്രയൊക്കെ കിട്ടുന്നുള്ളൂ സാർ. Okay, very good സന്ധ്യ. ഇത്രയെങ്കിലും ആലോചിച്ച് പറഞ്ഞല്ലോ. പണ്ട് കാലത്തെ സിനിമയാണ്. ആ സിനിമയുടെ കഥയും പറഞ്ഞു, ഓരോ കഥാപാത്രങ്ങളെ കുറിച്ച്. വെരി ഗുഡ്. ഓക്കെ. ക്വീസ് നെക്സ്റ്റ്. ഈ രണ്ടുപേരൊന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് അടുത്ത ആരാ വരുന്നത്? ഞാൻ വരാം. അപ്പൊ ഇത് എനിക്കറിയാൻ വേണ്ടി നിങ്ങളെല്ലാം എല്ലാവരും മാനസികമായിട്ട് തയ്യാറെടുപ്പുണ്ട്. നിർബന്ധിക്കണം. പ്രിപ്പയർഡ് ആയിട്ട് വേണമല്ലോ പറഞ്ഞിരുന്നു. അപ്പൊ ഞാന് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ആയിട്ടൊന്നും പ്രിപ്പയർ ആയിരുന്നില്ല. അതാ ഞാൻ ആദ്യം പ്രിപ്പയർ ചെയ്യില്ല. ഞാനത് പറഞ്ഞത് പെട്ടെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ ഉള്ളതുകൊണ്ട് വേറെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ വെറുതെ മനസ്സിൽ ഒന്ന് രണ്ട് വാചകങ്ങനെ ആലോചിക്കുക. ഇന്ന കാര്യം അങ്ങനെയൊക്കെ നമ്മൾ ആലോചിച്ച് വെച്ചിട്ട് അത് നമുക്ക് അങ്ങനെ ആലോചിച്ച് വെച്ചിട്ട് പിന്നെ നമുക്ക് റിപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് നമ്മുടെ ഓർമ്മശക്തിയുടെ ഒരു പരീക്ഷണം കൂടിയാണ്. നമ്മൾ എത്രയോ പ്രാവശ്യം നമ്മുടെ പിള്ളേരെ നീ പഠിച്ചത് എന്താ മറക്കണേന്ന് പറഞ്ഞ് പറയുന്നില്ലേ? അപ്പോ നമ്മളൊന്നും ശ്രദ്ധിക്കുക. അല്ല, നമ്മൾക്കും മറന്നു പോകുന്നുണ്ടല്ലോ. അപ്പൊ മറക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പ്രിപ്പയർ ചെയ്തൊന്നും വേണ്ട, മനസ്സിലൊന്ന് ഏർപ്പെടുത്തി വെച്ചാൽ മതി. ഓക്കെ ഐശ്വര്യ, ഹെൽപ്പ് ചെയ്യണോട്ടാ. പിന്നല്ല അത് ഓരോരുത്തരെ പറയുമ്പോ ഞാൻ സപ്പോർട്ട് ചെയ്യുമ്പോ കാണുന്നില്ലേ, അത് ഹെൽപ്പ് ചെയ്തിരിക്കും. നോ പ്രോബ്ലം. ഇക്കാര്യം one of my favorite movies Tengashi Pattanam. Very good. Okay. Yeah. It's a comedy entertainment film. Okay. The film tells that the story of two friends and their sister. Okay. Then it has 3 heroes and 3 heroines. Okay. The actors named Suresh Gopi, Lal, Dilip. Okay. And
and the heroines named Kavya Madhavan, Okay. then Mohandas and Okay. Samyukta Varma. Okay. Mm, Then it has a package of comedy, action, and love. Okay. Oh, very good sentence. It's a package of. Very good. നല്ല phrase ആണ്. Okay. പിന്നെ കിട്ടണില്ലേ സർ? പറഞ്ഞോ. ഇതിന്റെ ക്ലൈമാക്സിനെ കുറിച്ച് എന്ത് തോന്നുന്നു? ഞാൻ സിനിമ കണ്ടുകൊണ്ടിരുന്നപ്പോ ഈ ക്ലൈമാക്സിനെ പ്രതീക്ഷിച്ചത് ക്ലൈമാക്സിനെ കുറിച്ച് അതിനെ കുറിച്ച് എന്റെ പറയും. ഞാൻ ഈ സിനിമ കാണുമ്പോൾ നമുക്ക് തോന്നി ഇത് ഇന്ന പോലെ അവസാനിക്കും, ഇത് ഇന്നതായിരിക്കും, അവനെ കൂടെ ഒളിച്ചോടും, ഇത് ഇന്നെ കൂടെ ഒളിച്ചോടും, മറ്റവൾ തൂങ്ങിച്ചാവും, മറ്റവൻ വെള്ളത്തിനെ വീഴും, ഇതൊക്കെ വരുമെന്ന് നമ്മൾ ചിന്തിക്കുമല്ലോ. ഐശ്വര്യ പ്രതീക്ഷിച്ച ക്ലൈമാക്സ് ആയിരുന്നു സിനിമയ്ക്ക് ഉണ്ടായിരുന്നു ആദ്യം കണ്ടപ്പോ എന്ന് തോന്നുന്നു? The climax was very twisting. ട്വിസ്റ്റിംഗ്. ഓക്കെ, ആ വാക്ക് നല്ല കറക്റ്റ് ആണ്. ട്വിസ്റ്റ് ചെയ്ത് നമ്മൾ പ്രതീക്ഷിച്ചതല്ല ക്ലൈമാക്സ്. ഓക്കെ. വാട്ട് വാസ് യുവർ എക്സ്പെക്ടേഷൻ അബൌട്ട് ദ ക്ലൈമാക്സ്? ഐശ്വര്യ പ്രതീക്ഷിച്ച ക്ലൈമാക്സ് എന്തായിരുന്നു? ഐ എക്സ്പെക്ടഡ് വാസ്, ഞാൻ പ്രതീക്ഷിച്ച ക്ലൈമാക്സ് എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു. ലാല് സമ്മതിക്കില്ല എന്നുള്ള. ലാൽ വിൽ നോട്ട് അഗ്രി. Lal will not agree. Dalal will not agree to marry Okay. Samyukta Varma. Will agree. ഓക്കെ. അപ്പൊ അതൊരു ചോദ്യം ചോദിച്ചപ്പോ 2 സെന്റൻസ് കൂടി പറഞ്ഞില്ലേ? ഓക്കെ ഐശ്വര്യ, വെരി ഗുഡ്. Thank you. ഓക്കെ. നന്നായിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ല. കുറച്ചുകൂടിയൊക്കെ റിയലിസ്റ്റിക് ആയിട്ടുണ്ട്. ഓക്കെ. ഇനി അടുത്തത് ആരാണ്? സപ്പോർട്ടുകളൊക്കെ സൈഡിൽ നിന്നൊക്കെ വരുന്നുണ്ട്. ഓക്കെ. ഹൂയിസ് നെക്സ്റ്റ്? 3 പേരായി, 37 പേരുണ്ട് ഇപ്പോ. അടുത്തത് ഹൂയിസ് നെക്സ്റ്റ്? ഞാനുമില്ല. ഞാൻ വിചാരിച്ചത് ഇന്നിപ്പോ അന്ന് പറഞ്ഞപ്പോ വിചാരിച്ചത് ഇന്നിപ്പോ തകർപ്പനായിരിക്കും ഓരോരുത്തര് പറയാനായിട്ടുള്ള തൊലയായിരിക്കും വിചാരിച്ചു. നിങ്ങളൊക്കെ മനസ്സിലുണ്ടല്ലോ. ഇതിപ്പോ കണ്ടത് ഇപ്പൊ ഓർത്ത് പറഞ്ഞാൽ മതി, പഴയ സിനിമ കണ്ടതിനെ കുറിച്ച് ഓർത്തിപ്പോ പറഞ്ഞാൽ മതി. യെസ്, ഹൂയിസ് നെക്സ്റ്റ്? എന്റെ മക്കളെ എത്ര പ്രാവശ്യം ഞാൻ ചോദിക്കണേ? യെസ്, ഹൂയിസ് നെക്സ്റ്റ്? അടുത്തൊരാളും കൂടി. ഐ ആം റെഡി. ആരുമില്ല. അപ്പൊ ഈ പ്രോജക്റ്റ് അല്ലെങ്കിൽ ഈ അസൈൻമെന്റ് തീർന്നിട്ടില്ല. ഈ അസൈൻമെന്റ് നമുക്ക് അടുത്ത ക്ലാസ്സിലോട്ട് മാറ്റി വെക്കാം. അപ്പൊ അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ നിങ്ങൾ അത് തയ്യാറാകുക. അപ്പൊ ഇപ്പൊ 1-2 പേര് പറഞ്ഞു കേട്ടപ്പോൾ നിങ്ങൾക്ക് തോന്നിയല്ലോ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ മതിയല്ലോ, നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പൊ ആ രീതിയിൽ അതൊന്ന് തയ്യാറാക്കുക. സോ നമുക്ക് അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ കറക്റ്റ് ആയിട്ട് നോക്കാം. ഓക്കെ. അപ്പൊ നമുക്ക് വീണ്ടും പാസീവ് വോയിസിലോട്ട് നമ്മൾ മടങ്ങി വരികയാണ് കേട്ടോ. ഇനി ആർക്കെങ്കിലും പറയണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ ഞാൻ റെഡി എന്ന് പറയാട്ടോ. ധൈര്യം വന്ന ആളുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഐ ആം റെഡി ഞാൻ പറയാം. യെസ്, നിങ്ങൾക്കൊക്കെ ധൈര്യമൊക്കെ ഉണ്ട്, പക്ഷെ നിങ്ങളത് അങ്ങോട്ട് പറയുന്നില്ലെന്നുള്ളതാണ്. യെസ്, ഓക്കെ. അപ്പൊ നമ്മൾ പറഞ്ഞു നിർത്തിയത് സിമ്പിൾ പ്രസന്റിന്റെ പാസീവ് വോയിസ് നമ്മൾ പറഞ്ഞു. ആദ്യം ഒബ്ജക്റ്റ് എഴുതുന്നു, വാസ് അല്ലെങ്കിൽ ഒബ്ജക്റ്റ് എഴുതുന്നു, ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആർ എഴുതുന്നു, വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ എഴുതുന്നു. ഇത്രയും പേര് നമ്മൾ പറഞ്ഞു നിർത്തിയത്. ഇനി ഒരെണ്ണം കൂടി സിമ്പിൾ പ്രസന്റിൽ ഞാൻ നിങ്ങൾ മറന്നു പോയിട്ടുണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് പഴയതിൽ നിന്ന് ഒരെണ്ണം കൂടി എഴുതുകയാണ് നമ്മൾ. എഴുതുക, ഞാൻ പറഞ്ഞുതരാം. Does, DOES, does anybody
anybody clean, CLEAN, clean my shoes, SHOES, shoes when I am not at home, when I am not at home, when I am not at home. ഞാൻ ഒന്നുകൂടി വായിക്കത്. Does ആരെങ്കിലും, does anybody clean, CLEAN, clean my shoes, SHOES, shoes when I am not at home, ഞാൻ വീട്ടിലില്ലാതിരിക്കുന്ന സമയത്ത് ആരെങ്കിലും എൻ്റെ ഷൂസ് ക്ലീൻ ചെയ്യാറുണ്ടോ? ഇതാണ് ചോദ്യം. ഡസ് എനിബഡി ക്ലീൻ മൈ ഷൂസ് വെൻ ഐ ആം നോട്ട് അറ്റ് ഹോം? ഒന്ന് ചെയ്തു നോക്കി. ഓബ്ജക്റ്റ് ആദ്യം കണ്ടുപിടിക്കുക, അത് ആദ്യം എഴുതുക. അത് കഴിഞ്ഞതിന് ശേഷം ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആറിൽ ഏതാണ് അതിന്റെ കൂടെ വരുന്നത് അത് ചേർക്കുക. അത് കഴിഞ്ഞതിന് ശേഷം വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഉപയോഗിക്കുക, ബാക്കിയുള്ളത് എഴുതുക. യെസ്, ഇത് കഴിഞ്ഞ ആരെങ്കിലും ഡസ് വെച്ചിട്ടുള്ളത് നമ്മൾ ഒന്ന് രണ്ടെണ്ണം അന്ന് ലാസ്റ്റ് ചെയ്ത് നിർത്തിയതാണ്. യെസ്, ആരെങ്കിലും ഒരാളൊന്ന് പറഞ്ഞേ, ആരെങ്കിലും ഒരാള്. യെസ്, അപ്പൊ ഞാൻ ആൻസർ വായിക്കാം, നോക്കിയേ. ഡസ് എനിബഡി ക്ലീൻ മൈ ഷൂസ് വെൻ ഐ ആം നോട്ട് അറ്റ് ഹോം? ആരെങ്കിലും എൻ്റെ ഷൂസ് ക്ലീൻ ചെയ്യാറുണ്ടോ ഞാൻ വീട്ടിലില്ലാത്തപ്പോ? ഓബ്ജക്റ്റ് എന്താണ്? എന്ത് ക്ലീൻ ചെയ്യുക? മൈ ഷൂസ്, അത് ആദ്യം എഴുതി, മൈ ഷൂസ്. അതിന്റെ കൂടെ ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആർ ചെയ്ത് മൈ ഷൂസ് ആർ ക്ലീൻ എന്നുള്ളതിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ക്ലീൻഡ്. മൈ ഷൂസ് ആർ ക്ലീൻഡ് വെൻ ഐ ആം നോട്ട് അറ്റ് ഹോം, വെൻ ഐ ആം നോട്ട് അറ്റ് ഹോം. പക്ഷെ ഇവിടെ നമ്മൾ ഈ ചോദ്യം നോക്കുമ്പോൾ ചോദ്യം ഒരു ക്വസ്റ്റ്യൻ ആണ്. ഡസ് ആദ്യം വന്നിരിക്കുന്ന ഒരു ചോദ്യമാണ്, ക്വസ്റ്റ്യൻ മോഡലാണ്. അതുകൊണ്ട് അതിന്റെ പാസീവ് വോയിസും ക്വസ്റ്റ്യൻ മോഡൽ ആക്കണം. അങ്ങനെ പാസീവ് വോയിസും ക്വസ്റ്റ്യൻ ആക്കാൻ വേണ്ടിയിട്ട് ആ മൈ ഷൂസ് ആർ എന്നുള്ളതിന്റെ ആ ആറില്ലേ അത് ആദ്യം പറയാം. അപ്പൊ എന്ത് പറയും? ആർ മൈ ഷൂസ് ക്ലീൻ വെൻ ഐ ആം നോട്ട് അറ്റ് ഹോം? ആർ മൈ ഷൂസ് ക്ലീൻ, CLEANED, ക്ലീൻ വെൻ ഐ ആം നോട്ട് അറ്റ് ഹോം? ഈ രീതിയിൽ ആരെങ്കിലും ചിന്തിച്ചായിരുന്നോ?
ആർന്ന് ചിന്തിച്ചില്ലേ, ഈസാണ് ചിന്തിച്ചത്. പെയർ ഓഫ് ഷൂ പറയുമ്പോ നമ്മൾ ഷൂസ് അങ്ങനെ വിചാരിച്ചില്ല. ഓക്കെ 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 ഓക്കെ. അപ്പോ ഞാൻ അതിന്റെ ബുദ്ധിമുട്ടുള്ള രണ്ട് വാചകം പറഞ്ഞത് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പൊ സിമ്പിൾ പ്രസന്റ് പാസീവ് വോയിസ് ആക്കുന്ന രീതി നമ്മൾ പറഞ്ഞു. ഇനി ചോദിക്കട്ടെ, ആ നമ്മൾ ഈ പാസീവ് വോയിസ് യൂസ് ചെയ്യുന്ന സിറ്റുവേഷൻ എങ്ങനത്തെ സിറ്റുവേഷനിലാണ് അപ്പോൾ കമ്മ്യൂണിക്കേറ്റ് ഇംഗ്ലീഷിൽ? ഓക്കെ 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 നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഉപയോഗിക്കാം. നമ്മൾ പറയുമ്പോൾ ഇതിന്റെ അകത്ത് ശ്രദ്ധിക്കേണ്ടത് പ്രവൃത്തി ചെയ്ത ആൾക്കല്ല, പ്രവൃത്തി അനുഭവിക്കുന്ന ആൾക്കാർ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടാണ് നമ്മൾ പാസീവ് വോയിസ് പറയുമ്പോൾ. ഒരു എക്സാമ്പിൾ പറയാം. അതായത് ഞാൻ പാമ്പിനെ കൊന്നു, അത് ആക്റ്റീവ് വോയിസ് ആണ്. ആക്റ്റീവ് വോയിസ്, ഞാൻ പാമ്പിനെ കൊന്നു, ഞാനാണ് കൊന്നാള്, എനിക്കാണ് ഇമ്പോർട്ടൻസ്, ഞാൻ പാമ്പിനെ കൊന്നു. മറ്റത് പാസീവ് വോയിസ് എഴുതുമ്പോൾ പാമ്പ് കൊല്ലപ്പെട്ടു. അപ്പൊ ആക്ഷൻ അനുഭവിച്ച ആൾക്ക് മാത്രമേ പാസീവ് വോയിസിന് ഇമ്പോർട്ടൻസ് ഉള്ളൂ. പാമ്പ് കൊല്ലപ്പെട്ടു. ഓക്കെ, അപ്പോൾ ആക്റ്റീവ് വോയിസിൽ പ്രവൃത്തി ചെയ്ത ആൾക്കും പാസീവ് വോയിസിൽ പ്രവൃത്തി അനുഭവിച്ച ആൾക്കുമാണ് ഇമ്പോർട്ടൻസ് മാറി മാറി വരുന്നത്. ഓക്കെ, ഇനി ഇത് നമുക്ക് ഉപയോഗിക്കുന്ന കേസ് പറഞ്ഞില്ലേ. ഇപ്പോ നിങ്ങൾ ഇന്ന് ചെയ്ത ഒരു കാര്യം, രാവിലെ എഴുന്നേറ്റും നിങ്ങൾ ഭക്ഷണം ഉണ്ടാക്കി, അല്ലെങ്കിൽ നിങ്ങൾ ഇന്നും സ്ഥിരം ചെയ്യുന്ന ഒരു ജോലി നിങ്ങൾ പറയുക, ഐ പ്രിപ്പയർ ഫുഡ്, ഞാൻ ഭക്ഷണം ഉണ്ടാക്കാറുണ്ട്. അത് നമുക്ക് പാസീവ് വോയിസ് പറയാം. വേറെ എവിടെ പറയുമ്പോൾ ടുഡേ ഫുഡ് ഈസ് പ്രിപ്പയർഡ് ബൈ മീ. അല്ല, ഓബ്ജക്റ്റ് ആദ്യം പറഞ്ഞു ഫുഡ്, ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആറ്, ഈസ് പ്രിപ്പയർഡ്, ടുഡേ ഫുഡ് ഈസ് പ്രിപ്പയർഡ് ബൈ മീ. ഇനി ഈ പാസീവ് വോയിസ് വേറെയും രീതിയിൽ ഉപയോഗിക്കാം. ഈ അങ്ങോട്ടങ്ങോട്ട് പോകുന്ന സമയത്ത് പറയാം, ആദ്യം നിന്ന് മനസ്സിലാക്കി കഴിഞ്ഞതിന് ശേഷം പറയാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ പറയാണ്ടിരുന്നത്, നിങ്ങൾ ഇരിക്കുമ്പോൾ നിങ്ങൾ ഇരിക്കുന്നതിനെ കുറച്ചങ്ങോട്ട് മാറിയിട്ട് ഒരാളിരിപ്പുണ്ട്, അയാളുടെ അരികത്താണ് ജനല് ഉള്ളത്. അപ്പോ അയാളോട് ആ ജനലൊന്ന് അടക്കാൻ പറയും, ക്ലോസ് ദ ഡോർ പ്ലീസ്. അത് നമുക്ക് പാസീവ് വോയിസ് പറയാം. ജനലല്ല അടക്കുന്നത്, ജനലിനെയാണ് അടക്കുന്നത്. ജനല് ആക്ഷൻ അനുഭവിക്കുന്ന ആളാണ്, വേറെ ആരോ വന്നിട്ടാണ് ജനലിനെ അടക്കുന്നത്. അപ്പോൾ ആ വാതിലൊന്നും അടക്കുമോ അല്ലെങ്കിൽ ജനലൊന്നും അടക്കുമോ എന്ന് പറയുമ്പോൾ എന്ത് ഏത് രീതി പറയും? അവിടെ നമുക്ക് ലെറ്റ് എന്ന് പറയുന്ന വാക്കുകൂടി ഉപയോഗിക്കും. ലെറ്റ് ദ ഡോർ ബി ക്ലോസ്ഡ്. ആ ഡോറ് ക്ലോസ് ചെയ്യാവുന്നതാണ്. ലെറ്റ് ദ ഡോർ ബി ക്ലോസ്ഡ്. അപ്പോൾ നമുക്ക് സംസാരിക്കുന്ന സമയത്ത് നമ്മൾ സിമ്പിൾ പ്രസന്റിൽ പറയുന്ന വാചകവും സിമ്പിൾ പാസ്റ്റിൽ പറയുന്ന വാചകത്തിൽ പ്രവൃത്തി ചെയ്ത ആളേക്കാൾ കൂടുതലായിട്ട് പ്രവൃത്തി അനുഭവിച്ച ആൾക്കാണ് ഇമ്പോർട്ടൻസ് കൊടുത്ത് പറയണമെന്നുണ്ടെങ്കിൽ നമുക്ക് പാസീവ് വോയിസ് ഉപയോഗിക്കാം. പിടികിട്ടി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് പോകെ പോകെ കുറച്ചും കൂടിയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ അത് മനസ്സിലാവും. ഐശ്വര്യ, ഓക്കെ 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 ഇനി സംശയങ്ങൾ ചോദിച്ചോട്ടെ, അത് കുഴപ്പമൊന്നുമില്ല. പ്രവൃത്തി ചെയ്യുന്ന ആള്, പ്രവൃത്തി അനുഭവിക്കുന്ന ആള്, പ്രവൃത്തി അനുഭവിക്കുന്ന ആൾക്കാണ്, സഫറർക്കാണ് പാസീവ് വോയിസിൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, ചെയ്യുന്ന ആൾക്കല്ല. ഓക്കെ, ഇനി നമ്മളിപ്പോൾ അടുത്തലോട്ട് കിടക്കുകയാണ്. സിമ്പിൾ പ്രസന്റ് നമ്മൾ വിട്ടു, സിമ്പിൾ പാസ്റ്റിലോട്ട് നമ്മൾ കിടക്കുകയാണ്. അപ്പൊ ഇനി നിങ്ങൾ ഒരു ഹെഡിങ് എഴുതുക, പാസീവ് വോയിസ് ഓഫ് PASSIVE, പാസീവ് വോയിസ്, VOICE, വോയിസ് ഓഫ്, passive voice of, passive voice of simple past, SIMPLE, simple past, PAST, simple past. ഓക്കെ, അപ്പൊ നിങ്ങൾ കാര്യം മനസ്സിലാക്കേണ്ടത്, സിമ്പിൾ പ്രസന്റിന് എങ്ങനെയാണോ നമ്മളൊരു പാസീവ് വോയിസ് എഴുതുന്നത് ആ രീതിയല്ല സിമ്പിൾ പാസ്റ്റ്. സിമ്പിൾ പാസ്റ്റിന് വേറൊരു മോഡലാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് മനസ്സിലാക്കണം? ആദ്യം ഒരു സെന്റൻസ് കാണുമ്പോൾ അതിന്റെ ടെൻസ് ആദ്യം അറിയണം. അതുകൊണ്ടാണ് 6 ടെൻസ് എങ്ങനെ തിരിച്ചറിയാമെന്നുള്ള കാര്യം ആദ്യം പറഞ്ഞത്. കാരണം ഓരോ ടെൻസിന്റെ പാസീവ് വോയിസും ഓരോ മോഡലാണ്. അപ്പൊ സിമ്പിൾ പ്രസന്റിന്റെ മെത്തേഡ് അല്ല സിമ്പിൾ പാസ്റ്റ് ഉപയോഗിക്കുന്നത്. അപ്പൊ ആദ്യം നമ്മൾ ടെൻസ് അറിയണം, ഏത് ടെൻസിലാണ് വന്നിട്ടുള്ളത്, അത് സിമ്പിൾ പ്രസന്റ് ആണ്, അപ്പൊ അത് ഇന്ന രീതി ചെയ്യണം. ഇത് സിമ്പിൾ പാസ്റ്റ് ആണ്, അപ്പൊ അത് ഇന്ന രീതിയിലാണ് ചെയ്യേണ്ടത്. ഇത് സിമ്പിൾ ഫ്യൂച്ചർ ആണ്, അപ്പൊ അത് ഇന്ന രീതിയിൽ. ഇത് പ്രസന്റ് കണ്ടിന്യൂസ്, അപ്പൊ അത് ഇന്ന രീതിയിൽ. ഇത് പാസ്റ്റ് കണ്ടിന്യൂസ്, അപ്പൊ ഇന്ന രീതിയിൽ.
അങ്ങനെ ഓരോന്നിനും വ്യത്യാസമുണ്ട്. അപ്പൊ അത് അറിയാൻ വേണ്ടിയിട്ടാണ് ആദ്യം നമ്മൾ ഒരു 6 ടെൻസിനെ കുറിച്ച് സൂചിപ്പിച്ചത്. ഓക്കെ, അപ്പൊ ഇപ്പൊ ഇനി നമ്മൾ പറയാൻ പോകുന്നത് സിമ്പിൾ പാസ്റ്റ് ആയിട്ടുള്ള വാചകത്തിന്റെ പാസീവ് വോയിസ് എങ്ങനെയെന്ന് നോക്കാം. ഇനി ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചാൽ മതി. ഷീ ടുക്ക് ദ ബുക്സ്. ടേക്ക് പ്രസന്റൻസ് ആണ്, അതിന്റെ പാസൻസ് ആണ് ടുക്ക്. ടേക്ക് പ്രസന്റൻസ് ടുക്ക്. അപ്പൊ നമുക്കറിയാം ഷീ സബ്ജക്റ്റ് ആണ്, ടുക്ക് പാസ്റ്റ് ടെൻസ് ആണ്. അപ്പൊ സബ്ജക്റ്റും വെർബിന്റെ പാസ്റ്റ് ടെൻസും ഉപയോഗിച്ചിട്ടുള്ളത് കൊണ്ട് ഇത് സിമ്പിൾ പാസ്റ്റ് ആണ്. സിമ്പിൾ പാസ്റ്റ് ആണ്, നമുക്ക് മനസ്സിലായി. അപ്പൊ അങ്ങനെ സിമ്പിൾ പാസ്റ്റ് ആയ വാചകമാണെങ്കിൽ ഇതിന്റെ പാസീവ് വോയിസ് നമുക്ക് എങ്ങനെ എഴുതാം? നേരത്തെ പറഞ്ഞിരിക്കുന്ന മെത്തേഡിൽ നിന്ന് ചെറിയൊരു വ്യത്യാസം വരുത്തും. ആദ്യം ഓബ്ജക്റ്റ് കണ്ടുപിടിക്കണം എന്നുള്ളത് കറക്റ്റ് ഇതിനകത്തും അതുപോലെയൊക്കെ തന്നെയാണ്. അത് കഴിഞ്ഞതിന് ശേഷം സിമ്പിൾ പ്രസന്റിൽ നമ്മൾ പറഞ്ഞത് ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആറാണ്. ഇവിടെ സിമ്പിൾ പാസ്റ്റ് ആയതുകൊണ്ട് ഈസും ആമും ആറ് ചേർക്കരുത്, പകരം വാസ് അല്ലെങ്കിൽ വേറെ ചേർക്കണം. വാസ് അല്ലെങ്കിൽ വേറെ ചേർക്കണം. അപ്പൊ നമുക്കൊന്ന് എഴുതാം. അപ്പൊ നേരത്തെ നിങ്ങൾ എഴുതിയല്ലോ പാസീവ് വോയിസ് ഓഫ് സിമ്പിൾ പാസ്റ്റ് എന്ന് എഴുതിയില്ലേ, അതിന്റെ അടിയിൽ എഴുതുക പാസീവ് വോയിസ് എഴുതുന്നത് എങ്ങനെയാണ്? സിമ്പിൾ പാസ്റ്റിന്റെ ആദ്യം ഓബ്ജക്റ്റ്, OBJECT, ഓബ്ജക്റ്റ്, ഓബ്ജക്റ്റ്, OBJECT, ഓബ്ജക്റ്റ് എഴുതി, പ്ലസ് ഓബ്ജക്റ്റ് കഴിഞ്ഞിട്ട് പ്ലസ് വാസ് ഓർ വേർ. വാസ് എന്നിടാം അല്ലെങ്കിൽ വേർ എന്നിടാം. വാസ് ഓർ വേർ. വാസ് ഒരു സ്ലാഷ് വേർ. ഒബ്ജക്റ്റ് കഴിഞ്ഞു, വാസ് അല്ലെങ്കിൽ വേർ. ഓക്കെ, അത് കഴിഞ്ഞതിന് ശേഷം വെർബ് വി. വി ആ വെർബ് എന്ന് എഴുതിയിട്ട് ബ്രാക്കറ്റില് PP, പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്നുള്ളതിന്റെ ഷോർട്ട് ഫോം ആയിട്ട് PP എന്നിടാം. PP. അപ്പൊ ഞാൻ ഒന്നുകൂടി പറയാം. ആദ്യം നമ്മൾ എന്ത് എഴുതി? ഓബ്ജക്റ്റ് എഴുതി. അത് കഴിഞ്ഞതിന് ശേഷം വാസ് അല്ലെങ്കിൽ വേറെ എഴുതി. അത് കഴിഞ്ഞതിന് ശേഷം വെർബ്, ആ വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ. സിമ്പിൾ പാസ്റ്റ് ആയതുകൊണ്ട് ഈ സാമാർ ഉപയോഗിക്കരുത്, പകരം എന്ത് ഉപയോഗിക്കണം? വാസ് അല്ലെങ്കിൽ വേറെ ഉപയോഗിക്കണം. ഓക്കെ, അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ സെന്റൻസിലോട്ട് നമുക്ക് വരാം. ഷീ ടുക്ക് ദ ബുക്സ് എന്നല്ല പറഞ്ഞത്, ഷീ ടുക്ക് ദ ബുക്സ്. ഷീ അവൾ, ടുക്ക് പാസ്റ്റ് ടെൻസ് ആണ്, ബുക്സ് എടുത്തു. അപ്പൊ നമുക്ക് ആദ്യം എന്റെ ഓബ്ജക്റ്റ് കണ്ടുപിടിക്കാം. എന്തെടുത്തു? ബുക്ക് എടുത്തു. ദ ബുക്സ് ഓബ്ജക്റ്റ് ആദ്യം എഴുതി. ബുക്സ് എന്നാണ് പറഞ്ഞേക്കണേ. അപ്പൊ വാസു വരൂ, വേറെ വരൂ, വേറെ വരും, വേർ, WERE, വേർ. അപ്പൊ ദ ബുക്സ് വേർ. ടുക്ക് പാസ്റ്റ് ടെൻസ് ആണ്. ഓക്കെ സന്ധ്യ, അതിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ടേക്കൺ. ദ ബുക്സ് വേർ ടേക്കൺ. ഇതാണ് ഇതിന്റെ ആൻസർ. ദ ബുക്സ് വേർ ടേക്കൺ. അപ്പോ ഒന്നില്ലെങ്കിലും വാസ് ഉപയോഗിക്കുക, അല്ലെങ്കിൽ എന്ത് ഉപയോഗിക്കുക? വേറെ ഉപയോഗിക്കുക. ഓക്കെ, ഈ സാമാർ ഉപയോഗിക്കരുത്. സിമ്പിൾ പാസ്റ്റിന് ഈ സാമാർ ഉപയോഗിക്കാൻ പാടില്ല. ഓക്കെ, വാസ് ഏതിന്റെ കൂടെ വരും, വേറെ ഏതിന്റെ കൂടെ വരും എന്നൊക്കെ അറിയാലോ. ഐയുടെ കൂടെ വാസ്, ഹീയുടെ കൂടെ വാസ്, ഐ, ഹി, ഷീ, ഇറ്റ് സിംഗുലർ, ഇതിന്റെ കൂടെ എല്ലാം വാസ് വരും. He was, she was, it was, I was, പിന്നെ സിംഗുലർ. അത് ഒഴിച്ചുള്ള ബാക്കിയെല്ലാം വേറെ വരും. They were, you were, we were, എല്ലാം വേറെ വരും. ഓക്കെ, ഞാനൊരു വാചകം പറയാം, നിങ്ങൾ അതിന്റെ പാസീവ് വോയിസ് ഒന്ന് എഴുതി നോക്കി. മാക്ബത്ത്, MACBETH. മാക്ബത്ത് killed, KILLED, killed. Killed. Duncan, DUNCAN. ഞാൻ ഒന്നുകൂടി പറയാം. മാക്ബത്ത് കിൽഡ്, KILLED, കിൽഡ് ഡങ്കൻ. മാക്ബത്ത് ഡങ്കനെ കൊന്നു. ഓബ്ജക്റ്റ് ആദ്യം എഴുതുക. Duncan was killed. സ്ക്രീനിലില്ലേ അഞ്ജലി? ഓക്കെ, പറഞ്ഞത് കറക്റ്റ് ആണ്. ഓക്കെ.
ഞാൻ പറയാം, ഒന്നുകൂടി പറയാം. മാക്ബത്ത്, MACBETH, മാക്ബത്ത്. കിൽഡ്, KILLED, കിൽഡ് ഡങ്കൻ. ഡങ്കന്റെ D ക്യാപിറ്റൽ, DUNCAN. ഓക്കെ ഓക്കെ. സന്ധ്യ എഴുതി, സ്വാതി എഴുതി. ഓക്കെ. യെസ്. ഇനി ആരാണ്? രണ്ടുപേരല്ലേ എഴുതിയുള്ളൂ? നീതു, ജിൻസി. യെസ്. ആരതി. ഓക്കെ. പ്രിയ. എഴുതാൻ പറയുമ്പോ എല്ലാവരും എഴുതുന്നില്ല, പറയാൻ പറയുമ്പോഴാണ് പിന്നോട്ട് പോണേ. രാജി, സുകന്യ. യെസ്. ഓക്കെ 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 ഓക്കെ. ഇനി ആരെങ്കിലും? എനിബഡി? യെസ്. അപ്പോ നമ്മൾ ആദ്യം എന്താ എഴുതിയേക്കുന്നത്? ഒബ്ജക്റ്റ് എഴുതി, ഡങ്കൻ. അത് കഴിഞ്ഞതിന് ശേഷം വാസ് അല്ലെങ്കിൽ വേർ, ഡങ്കനെ കൂടി എന്ത് വരും? വാസ് വരും. വാസ് എഴുതി. ഡങ്കൻ വാസ് കിൽഡ് പാസ്റ്റ് ആണ്. പാസ്റ്റ് പാർട്ടിസിപ്പിളും കിൽഡ് എന്ന് തന്നെയാണ്. ഡങ്കൻ വാസ് കിൽഡ് ബൈ മാക്ബത്ത്. ഇത് ഏതാണ് സംഭവം എന്ന് അറിയാമോ ആർക്കെങ്കിലും? ഈ ഡങ്കനും മാക്ബത്ത് ഒക്കെ വരുന്നത് എവിടെയെന്ന് അറിയാമോ? ഇല്ല സർ, അറിയത്തില്ല. അറിയത്തില്ല അല്ല അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. ഇത് ഷേക്സ്പിയർ എഴുതിയിട്ടുള്ള ഒരു ഷേക്സ്പിയറിന്റെ ഒരു നാടകമാണത്. അതായത് മാക്ബത്ത് എന്ന് പറയുന്ന ഒരു നാടകം, ദുരന്ത പര്യവസാനിയായ ഒരു നാടകമുണ്ട്, ട്രാജഡി ആയിട്ടുള്ളത്. അപ്പൊ ആ മാക്ബത്ത് എന്ന് പറയുന്ന നാടകത്തില് മാക്ബത്ത് എന്ന് പറയുന്ന രാജാവ് സ്കോട്ട്ലൻഡിലെ രാജാവായ മാക്ബത്ത് എന്ന് പറയുന്ന സേനാനായകൻ സ്കോട്ട്ലൻഡിലെ രാജാവായ മാക്ബത്തിനെ കൊല്ലുന്ന ഒരു രംഗമുണ്ട്. അതാണ് ഈ പറഞ്ഞത് മാക്ബത്ത് കിൽഡ് ഡങ്കൻ എന്ന് പറഞ്ഞത്. ഓക്കെ ഓക്കെ ഓക്കെ. ഇനി ഞാൻ ഒരെണ്ണം കൂടി പറയാം, അതുകൂടി കഴിഞ്ഞിട്ട് നമുക്ക് വേറൊരു മോഡൽ എക്സസൈസിലോട്ട് പോകാം. ശ്യാം, SHYAM, ശ്യാം പെയിന്റഡ്, PAINTED, പെയിന്റഡ് എ ട്രീ. ശ്യാം പെയിന്റഡ്, PAINTED, പെയിന്റഡ് എ ട്രീ, TREE. ശ്യാം എന്ത് ചെയ്തു? ഒരു ട്രീ പെയിന്റ് ചെയ്തു. ശ്യാം പെയിന്റഡ് എ ട്രീ. A tree was painted by Shyam. ഐശ്വര്യ. ഓക്കെ. A tree was painted by Shyam. എ ട്രീ വാസ് പെയിന്റഡ് ബൈ ശ്യാം. അടുത്ത ആള് വായിക്കുള്ളവർ എഴുതിക്കോട്ടെ. ഓക്കെ ഓക്കെ. ജിൻസി എഴുതി. ഓക്കെ ഓക്കെ ഓക്കെ. നീതു എഴുതി. ആരതി എഴുതി. ഓക്കെ. 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 ഇനി ആരെങ്കിലും? 3 പേരല്ലേ ആയുള്ളൂ. പ്രിയ, സുകന്യ. ഓക്കെ 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 ഓക്കെ. ജയ, സുവിഷ്. ഓക്കെ, ശരിയാണ്. A tree was painted by Shyam. ഓക്കെ ഓക്കെ ഓക്കെ, ശരിയാണ്.
അപ്പൊ ഞാനൊരു സെന്റൻസ് അങ്ങോട്ട് നിങ്ങളോട് പറഞ്ഞു തന്നു സിമ്പിൾ പാസ്റ്റില്. നിങ്ങൾ ആ സെന്റൻസിന്റെ പാസീവ് വോയിസ് നിങ്ങൾ തിരിച്ചു ചെയ്യുന്നു. സെന്റൻസ് ഞാൻ പറഞ്ഞു തന്നു. ഇനി നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഇന്ന് രാവിലെ മുതൽ ഈ 12:14 വരെയുള്ള സമയത്തിന്റെ ഉള്ളിൽ ചെയ്ത ഒരു കാര്യം ഉണ്ടാകും. വേണമെങ്കിൽ പറയാം, ഐ കുക്ക്ഡ് മൈ ഫുഡ്, ഞാൻ എൻ്റെ ഫുഡ് റെഡിയാക്കി. ഐ വാഷ്ഡ് മൈ റൂം, ഞാൻ എൻ്റെ റൂം ഒന്ന് ക്ലീൻ ആക്കി. ഐ ഡിഡ് മൈ ഹോംവർക്ക്, ഞാൻ എൻ്റെ ഹോംവർക്ക് ചെയ്തു. ഐ ടുക്ക് ദ ഷെൽഫ് ഫ്രം വൺ സൈഡ് ടു അനദർ സൈഡ്, ഷെൽഫ് ഞാൻ ഒരു സൈഡിൽ നിന്ന് മറ്റേ സൈഡിലേക്ക് കൊണ്ടുപോയി. അപ്പൊ അങ്ങനെ നിങ്ങൾ ഇന്ന് ചെയ്ത ഒരു കാര്യം, ആ കാര്യം പാസീവ് വോയിസിൽ പറയാം. എക്സാമ്പിൾ പറയാം, ഐ കുക്ക്ഡ് മൈ ഫുഡ് എന്നുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം, ഫുഡ് വാസ് കുക്ക്ഡ് ബൈ മീ. അപ്പൊ നിങ്ങൾ ഇന്ന് ചെയ്തൊരു കാര്യം, ഇതുവരെയുള്ള സമയത്ത് രാവിലെ മുതൽ ഇതുവരെയുള്ള ചെയ്ത കാര്യത്തില് ഒരു കാര്യം പാസീവ് വോയിസിൽ പറയാം. പാസീവ് വോയിസ്. അപ്പൊ ആദ്യം ഒബ്ജക്റ്റ് ആണ് വരാ, അത് കഴിഞ്ഞതിന് ശേഷം വാസ് അല്ലെങ്കിൽ വേറെ പിന്നെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ. എഴുതുകയോ പറയുകയോ ചെയ്യുക. ഞാൻ രണ്ടും പറയണത്, പറയാൻ പറഞ്ഞിട്ട് നിങ്ങൾ പറയുന്നില്ല. യെസ്, നിങ്ങൾ ഇന്ന് രാവിലെ മുതൽ ഈ സമയം വരെയുള്ള സമയത്തിന്റെ ഉള്ളിൽ ചെയ്ത ഏതെങ്കിലും ഒരു കാര്യം പാസീവ് വോയിസിൽ പറയുന്നു. ആദ്യം ഒബ്ജക്റ്റ്, അത് കഴിഞ്ഞതിന് ശേഷം വാസ് അല്ലെങ്കിൽ വേറെ, പിന്നെ വെർബിന്റെ പാസീവ് വോയിസ്. ഓക്കെ, എക്സാമ്പിൾ പറഞ്ഞു, ഫുഡ് ഈസ് പ്രിപ്പയർഡ്, അല്ല ഫുഡ് വാസ് പ്രിപ്പയർഡ് ബൈ മീ. The floor was mopped by me. ഒന്നുകൂടി പറഞ്ഞാൽ കേട്ടില്ല. The floor was mopped by me. Very good. The floor was mopped by me, or the floor was cleaned by me. Okay. Clothes was washed by me. Clothes were washed by me. Okay. The vessels were cleaned by me. Okay. ഇപ്പൊ നമ്മള് എല്ലാ ദിവസവും പത്രം വായിക്കാറുണ്ട്. അപ്പൊ നമുക്ക് പറയാം, ന്യൂസ് പേപ്പർ വാസ് റെഡ് ബൈ മീ. ഓക്കെ, പറയൂ, നിങ്ങൾ ഇന്ന് ചെയ്തിട്ടുള്ളൊരു കാര്യം പാസീവ് വോയിസിൽ പറയൂ. An action that you have done today. ഇതുവരെയുള്ള സമയത്തിന്റെ ഉള്ളിൽ നിങ്ങൾ ചെയ്ത കാര്യം പറയാൻ പറ്റാത്തവർ എഴുതും. തെറ്റിയാലും കുഴപ്പമൊന്നുമില്ല. The yard was cleared by me. Okay. I was finished my own kitchen work. അപ്പൊ നമുക്ക് തിരിച്ചു പറയാം, the kitchen work was finished by me. I finished the kitchen work എന്നുള്ളതാണ് ആക്റ്റീവ് വോയിസ്. അപ്പൊ kitchen work was finished by me. Okay. Vessels was cleaned by me. Okay. Very good. Yes. Next. നിങ്ങൾ ഇന്ന് ചെയ്ത കാര്യം, വീട്ടിൽ ചെയ്ത ഒരു കാര്യം പാസീവ് വോയിസിൽ പറയൂ. പിന്നെ ഏതെങ്കിലും ഒരു സമയത്ത് നിങ്ങൾ ഒരു പാത്രം എടുത്ത് പുറത്തേക്ക് വലിച്ചെറിഞ്ഞു. ഐ ത്രൂ ദ ഡിഷസ് ടു ഔട്ട്സൈഡ്. അപ്പൊ അതൊന്ന് ഇംഗ്ലീഷിൽ പറഞ്ഞു വയ്ക്കും. ഞാൻ ഇന്നൊരു പാത്രം എടുത്ത് പുറത്തേക്ക് വലിച്ചു, ഒരു ഗ്ലാസ് എടുത്ത് പുറത്തേക്ക് എറിഞ്ഞു. അപ്പൊ അതൊന്ന് പാസീവ് വോയിസിൽ പറഞ്ഞു. The dishes was thrown by me. അപ്പൊ വാസ് കൊണ്ട് വേറെ ആക്കിക്കോ. ഡിഷസ് were thrown by me. ഓക്കെ ത്രോൺ ബൈ മീ. വെരി ഗുഡ്. ഓക്കെ നിങ്ങൾ അത് ആദ്യം ആലോചിക്കുമ്പോൾ സബ്ജക്ട് വെറുതെ ഒബ്ജക്റ്റ് എന്നുള്ള രീതിയിൽ ആലോചിക്കുക മനസ്സിൽ. അതിന്റെ പാസീവ് വോയിസ് ആക്കുക. യെസ്, The coconut was വാട്ടർ. വെരി ഗുഡ്. ഓക്കെ, ജയ. ചിരവുക എന്നുള്ളതിന് എന്താ, സ്ക്രാപ്പ് എന്നാണോ? ഏതാണ്? ചിരവുക എന്നുള്ളതിന്റെ മീനിങ് ഓക്കെ. സ്ക്രാപ്പിംഗ് എന്നാണോ? സ്ക്രാപ്ഡ്. The coconut was scrapped by me. ഓക്കെ. ശരി. വെജിറ്റബിൾ കട്ട് ചെയ്തു പറയാലോ, അല്ലെങ്കിൽ മീറ്റ് കട്ട് ചെയ്തു പറയാലോ. ഞാൻ മീറ്റ് കട്ട് ചെയ്തു. അപ്പൊ മീറ്റ് സ്കൂട്ടി വാസ് വാഷ്ഡ് ബൈ മീ. വെരി ഗുഡ്. ജിൻസി എഴുതുന്നുണ്ട്, പറയുന്നില്ല. യെസ്,
child was dropped by me. Okay. Child was taught by me. House was my cleaned me. Clean. Okay. ശരിയാണ്. അപ്പൊ പല ആളുകൾക്കും പറയാനായിട്ടുള്ള താല്പര്യമുണ്ട്. അപ്പൊ ഓരോരുത്തരും ഓരോ ഡ്യൂട്ടിയിലും കൂടി ആയതുകൊണ്ട് അവിടെ ഒന്നും പറയാൻ പറ്റാത്തതുകൊണ്ടാണ്. ഓക്കെ. ശരി. അപ്പൊ whenever you are free പറഞ്ഞോളാം. ഇന്ന് ഞാൻ പറഞ്ഞോളാം. Farm was cleaned by me. Okay, Needu. Farm was cleaned by me. Okay. ഇനി യെസ്. ഓക്കെ. അപ്പൊ നിങ്ങൾ ഇന്ന് ചെയ്ത കാര്യം നിങ്ങൾ സ്വന്തമായിട്ട് ഒബ്ജക്റ്റ് കണ്ടുപിടിച്ചു, വാസ് അല്ലെങ്കിൽ വേറെ ഉപയോഗിച്ചു. ഞാൻ നേരത്തെ പറഞ്ഞാന്ന് അറിയാൻ പാടില്ല, എന്നാലും ഞാൻ ചോദിക്കാണ്, ഐയുടെ കൂടെ വാസ വേറെ വരുന്നേ? വേറെ വരില്ല. അപ്പൊ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ല, അപ്പൊ ഞാൻ പറയാം. അല്ല സാർ പറഞ്ഞു എന്താ അൺറിയൽ കണ്ടീഷനിലാണ് വേറെ യൂസ് ചെയ്യുന്നത്. കണ്ടീഷനിലായിട്ട് കൂടെ വേറെ വരും കേട്ടോ, അതൊന്ന് ഓർത്ത് ചെയ്താൽ മതി. ഓക്കെ. അൺറിയൽ കണ്ടീഷൻ. ഓക്കെ, വെരി ഗുഡ്. അടുത്തൊരു വാക്ക് ഞാൻ പറയാം, നോക്കിയേ. ഷീ, അടുത്ത് എഴുതിക്കോട്ടെ. ഷീ ലുക്ക് ആഫ്റ്റർ, LOOKED, ലുക്ഡ് ആഫ്റ്റർ, AFTER, ആഫ്റ്റർ. She looked after the baby. She looked after, LOOKED, looked after, AFTER, the baby, BABY. Okay, and passive voice എന്ന് പറഞ്ഞേ. The baby was looked after by her. ഒരാള് പറഞ്ഞു. The baby was looked after her. ഓക്കെ. രണ്ടുപേരായി. സന്ധ്യ, the baby was looked after, അത്ര മതി. ഷീ എന്നുള്ള അങ്ങോട്ട് കളഞ്ഞു. The baby was looked after. ഓക്കെ. നീതു, ഓക്കെ. ആരതി, ഓക്കെ. യെസ്. ഇനി ആരെങ്കിലും? ഓക്കെ. സുകന്യ, പ്രിയ പോൾ, ഓക്കെ. ഞാൻ ഇതിൻ്റെ അകത്ത് ഒരു കാര്യം ചോദിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതെല്ലാവരും എഴുതിയത് കറക്റ്റ് ആണ്. ലുക്ക് ആഫ്റ്ററിന്റെ മീനിങ് എന്താണ്? ടേക്ക് കെയർ ആണോ? പറയൂ. ടേക്ക് കെയർ. വെരി ഗുഡ്. ഓക്കെ. ശരിയാണ്. ഓക്കെ. സോറി, പ്രൊട്ടക്ട് എന്നതാണ്. അത് ഒരു ഫ്രേസൽ വെർബാണ്. അപ്പൊ ആ ഫ്രേസൽ വെർബിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ വാക്ക് പറഞ്ഞത്. അപ്പൊ പെട്ടെന്ന് കുറച്ചു പേര് ചോദിക്കുമ്പോൾ ലുക്ക്, നോക്കുക, ആഫ്റ്റർ, ശേഷം. അപ്പൊ ചിലപ്പോൾ പറയും നോക്കിയ ശേഷം എന്ന് പറയും. അതല്ല, അത് ഫ്രേസൽ വെർബാണ്. ലുക്ക് ആഫ്റ്റർ എന്ന് പറയുമ്പോൾ പ്രൊട്ടക്ട്, ടേക്ക് കെയർ ഓഫ്, കറക്റ്റ് ആണ്. ഓക്കെ. അടുത്തത് they, THEY, they made, MADE, made these, THESE, these boats, 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 a year, YEAR, a year ago, AGO, ago.
ഒന്നുകൂടി പറയാം. They made these boats, BOATS, boats a year ago. Okay, എഴുതിക്കോ. These boats were made by them. ഓക്കെ, അപ്പൊ ആ എ ഇയർ ago എന്നുള്ളത് വിട്ടുപോയി, അതുകൂടെ ചേർത്തു കേട്ടോ. അടുത്തത് എഴുതിക്കോളൂ. യെസ്, അടുത്ത ആള്. A year ago, these boats were made by them. ഓക്കെ ഓക്കെ, അപ്പൊ അത് എയർ എഗോ ഫോം ഇടണം കേട്ടോ. ഓക്കെ, യെസ്. യെസ്, രണ്ടാമതായിട്ടുള്ള ബൈക്കുള്ളവര്. Thus, boats were made a year ago by them. ഓക്കെ, ആരതി. യെസ്, അടുത്തത്. സിമ്പിളായ വാചകമല്ലേ? ഓക്കെ, ഒരെണ്ണം കൂടി നമുക്ക് ചെയ്യാം. അപ്പൊ നമുക്ക് ആൻസർ ഇതാണ്. ദീസ് ബോട്ട്സ് വെർ മെയ്ഡ് എ ഇയർ എഗോ ബൈ ദം. രഞ്ജി ജിതിൽ. ഓക്കെ 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 ഓക്കെ, ഒരെണ്ണം കൂടി നമുക്ക് ചെയ്യാം. സംബഡി, SOMEBODY, SOMEBODY, സംബഡി wrote, WROTE, wrote this book, THIS, this book, 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 last year. Somebody wrote, WROTE, wrote this book last year. Somebody wrote this book last year. Okay. This book was written last year by somebody. Okay, okay, okay. This book was written by somebody last year. Okay, by എന്നുള്ള ലാസ്റ്റ് പറഞ്ഞാൽ മതി. ബൈ തുടങ്ങിയുള്ളത് ലാസ്റ്റ് പറഞ്ഞാൽ മതി. ഓക്കെ ഓക്കെ ഓക്കെ. ജിൻസി ചെയ്തിട്ടുണ്ട്. ദിസ് ബുക്ക് വാസ് റിട്ടൺ ലാസ്റ്റ് ഇയർ ബൈ സംബഡി. ഓക്കെ, സന്ധ്യ ചെയ്തിട്ടുണ്ട്. ദിസ് ബുക്ക് വാസ് റിട്ടൺ ലാസ്റ്റ് ഇയർ ബൈ സംബഡി. The book was ആ, written last year by somebody. ഓക്കെ. അടുത്തത്. യെസ്,
ഞാൻ എഴുതുന്നത് പ്രിയ ദ ബുക്ക് വാസ് റിട്ടൺ ലാസ്റ്റ് ഇയർ ബൈ സംബഡി. ഓക്കെ. യെസ്. Suganya, the book was written last year by somebody. Okay, okay, okay. The book was written last year by somebody. Aradi, okay. NG Jidil, Raji Jidil, the books was written. These books are these books were. This book I did. This book I love. This book I did. These I love. This I love. Okay, 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 okay. അപ്പൊ റെഡി. അപ്പൊ നമ്മളിപ്പോ നോക്കിയത് സിമ്പിൾ പാസ്റ്റിന്റെ പാസീവ് വോയിസ് പറഞ്ഞു. സിമ്പിൾ പാസ്റ്റ് പാസീവ് വോയിസ് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴാണ് നമ്മൾ ഉപയോഗിക്കുക എന്നുള്ളത് പറഞ്ഞു. ഒരു കാര്യം നമുക്ക് സിമ്പിൾ പാസ്റ്റിന്റെ പാസീവ് വോയിസിലും സിമ്പിൾ പാസ്റ്റിലും നമുക്ക് പറയാമെന്നുള്ളത് പറഞ്ഞു. സിമ്പിൾ പാസീവ് വോയിസിൽ പറയുമ്പോൾ ചെയ്ത പ്രവൃത്തിക്കും ആക്റ്റീവ് വോയിസിൽ പറയുമ്പോൾ ചെയ്ത ആൾക്കുമാണ് ഇമ്പോർട്ടൻസ് ഇംഗ്ലീഷിൽ കൊടുക്കുക എന്നുള്ളത് പറഞ്ഞു. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഓർത്തിരിക്കുക. പിന്നെ അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ സിനിമയുടെ കാര്യം മറക്കരുത്. ഇപ്പോ സിനിമയെ കുറിച്ച് റിവ്യൂ പറഞ്ഞ ആളുകൾക്കും അടുത്ത പ്രാവശ്യം വേറൊരു സിനിമയെ കുറിച്ച് റിവ്യൂ പറയാവുന്നതാണ് എന്നുള്ള കാര്യം കൂടി ഓർമ്മിപ്പിക്കുന്നു. സോ വി വിൽ മീറ്റ് നെക്സ്റ്റ് ടൈം. ഓക്കെ. Thank you, sir. ഓക്കെ, Thank you, sir. വെൽക്കം, വെൽക്കം. ഓക്കെ.